ഇത് കണ്ട ഈ അപകടം കണ്ട ആളുകൾ എന്താണ് പറയുന്നത്? ഈ വീഴ്ചയുടെ ഒരു ആഘാതം നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അത് എത്ര അടി, 20 അടിയോളം താഴ്ച എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടാവും. ആളുകൾ എന്താണ് പറയുന്നത്? ഇത് പരിപാടിക്ക് ശേഷമായിരുന്നോ സംഭവം? അമൃത, പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു തന്നെയാണ് പെട്ടെന്ന് ഇന്നലെ കാൽ വഴുതിയ രീതിയിൽ സംഭവമാണ്. ഇതിലൊരു സുരക്ഷാ ക്രമീകരണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഈ താൽക്കാലികമായി നിർമ്മിച്ച പവലിയൻ അത് ഒരു ബാരിക്കേഡുകൾ അല്ലെങ്കിൽ വീഴ്ചയുണ്ടായി എന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ഇത്രയധികം വലിയൊരു പരിപാടി നടക്കുമ്പോൾ, ഒരുപാട് ആളുകൾ ഉൾക്കൊള്ളിച്ചൊരു പരിപാടി നടത്തുമ്പോൾ അതിന് അനുസരിച്ചുള്ള ഒരു ബാരിക്കേഡുകളും കാര്യങ്ങളും ഒക്കെ വെക്കേണ്ടതായിരുന്നു. എന്നാൽ അത് ഉണ്ടായിരുന്നില്ല, ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നില്ല. ശക്തമായിട്ടുള്ള ഒരു താഴേക്ക് പോകാതിരിക്കാനുള്ള ഒരു കാര്യങ്ങളൊന്നും തന്നെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അതായത് ഈ റിബൺ കൊണ്ട് കെട്ടിയ ഒരു വെയിൽ പോലെ മാത്രം കെട്ടിയ ഒരു സാഹചര്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെയാണ് താഴേക്ക് പെട്ടെന്ന് വീണത്. ഒരു ബാരിക്കേഡോ കാര്യങ്ങളോ എന്തെങ്കിലും തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അത്തരത്തിലൊരു വലിയ അപകടത്തിലേക്ക് ഇത് പോവില്ലായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. കാരണം താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു പവലിയനാണ്. അതിൽ ബാരിക്കേഡുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ശക്തമായി നിൽക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായി എന്ന് തന്നെ വേണം പറയാൻ. മറ്റുള്ള വിവരങ്ങൾ, അതായത് ബാക്കിയുള്ള വിവരങ്ങൾ, മറ്റ് വീഴ്ചകൾ എന്തെങ്കിലും തന്നെ ഉണ്ടായോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. നിലവിൽ ഇത്തരത്തിൽ ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നില്ല. അതാണ് ഈ തരത്തിൽ വീഴ്ചയുടെ ഒരു ആഘാതം കൂട്ടിയത്, അല്ലെങ്കിൽ വീഴ്ചയിൽ അത്രയധികം താഴേക്ക് പോകാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ താൽക്കാലികമായി നിർമ്മിച്ച പവലിയന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഈ ദൃക്സാക്ഷികൾ പറയുന്നത്. അത്തരത്തിലാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളും. ഇത്തരത്തിൽ ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നില്ല എന്നത് സംബന്ധിച്ചാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളും. അത് തന്നെയാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്നിരുന്നാൽ പോലും നിലവിലെ ഒരു MLA അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ CT സ്കാനിനായി MLA മാറ്റിയിട്ടുണ്ട്, സ്കാനിങ്ങിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിന് ശേഷം മാത്രമേ എത്രത്തോളം പരിക്കുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അതിന്റെ ഒരു ഗുരുതരാവസ്ഥ എത്രത്തോളമാണോ എന്നതിനെ സംബന്ധിച്ച് ഇതിന് ശേഷം മാത്രമേ, സ്കാനിങ്ങിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ായിട്ട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സ്കാനിങ്ങിനായിട്ട് കൊണ്ടുപോയിരിക്കുന്ന അതാണ്. അതിനുശേഷം മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ആരോഗ്യാവസ്ഥ സംബന്ധിച്ച്, പരിക്കിന് ഒരു ആഴത്തെ സംബന്ധിച്ചും ഒരു ഗുരുതരാവസ്ഥ സംബന്ധിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരം ഈ ഒരു സ്കാനിങ്ങിന് ശേഷവും മറ്റ് വിശദ പരിശോധനകൾക്ക് ശേഷവും മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. നിലവിൽ ആളുകളൊക്കെ ആശുപത്രിയിലുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അറിയുന്നൊരു വിവരം അനുസരിച്ചാണെങ്കിൽ ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കും കാര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.